കേരളത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ആത്മഹത്യകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന 3 പുരുഷന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. അവർ 3 പേരും ആത്മഹത്യ ചെയ്തവരാണ്. സിനിമയിൽ പറയുന്ന പോലെ അവർ 3 പേരും തോറ്റുപോയവരാണ്. അവർ തോറ്റുപോയത് അവരുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളോടല്ല, പകരം പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മനുഷ്യജീവന് പുല്ല് വില പോലും കൊടുക്കാത്ത 3 സ്ത്രീകൾക്ക് മുന്നിലാണ്. സാജൻ, നവീൻ ബാബു, ദീപക്, ഈ 3 പേരും തമ്മിൽ ചെറിയ ചില സാമ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ കാണാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നിഷ്കളങ്കരായ ചെറിയ ശതമാനം മനുഷ്യരിൽ 3 പേരായിരുന്നു ഇവർ. സാജനും നവീൻ ബാബുവും അധികാരമോഹികളായ 2 സ്ത്രീകളോട് അവസാന നിമിഷം വരെ പൊരുതിയിട്ടാണ് മരണത്തിന് കീഴടങ്ങിയതെങ്കിൽ ദീപക് കുറച്ച് വ്യത്യസ്തനായിരുന്നു. ദീപകിന് പൊരുതാൻ പോയിട്ട് ദീപകിന് കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള സാവകാശം പോലും നമ്മുടെ സമൂഹം നിഷേധിക്കുമെന്ന് അത്ര ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അയാൾ മരണത്തിന് കീഴടങ്ങിയത്. തൻ്റെ പ്രവാസ ജീവിതം വഴി സമ്പാദിച്ച പണം കൊണ്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് നാട്ടിലെത്തിയായിരുന്നു ആന്തുവിലെ സാജൻ. പക്ഷേ അയാൾ വന്ന് കയറിയത് ഒരു നശിച്ച സിസ്റ്റത്തിന് മുന്നിലേക്കാണ്. അതായത് ഒരു സംരംഭകനെ നഖശിതാന്തം കാർന്ന് തിന്നാനായി കാത്തിരിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുടെ മുന്നിലേക്കാണ്. ഈ സിസ്റ്റത്തിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ യൂസഫ് അലിക്കും ജോയ് ആലുക്കായ്ക്കും പോലും പിടിച്ചു നിൽക്കാനാവുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെയാണ് ഈ സാധാരണക്കാരനായ സാജൻ. തൻ്റെ ഔദ്യോഗിക ജീവിതം തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ താനിടുന്ന അവസാനത്തെ ഒപ്പും സത്യത്തിനെതിരെയുള്ളതായിരിക്കരുതെന്ന് വാശി പിടിച്ചതാണ് RDM നവീൻ ബാബുവിന് ജീവൻ നഷ്ടപ്പെടാനുണ്ടായ കാരണം. തനിക്കെതിരെ ബസ്സിൽ വെച്ചുണ്ടായ ഒരു ഫേക്ക് അലിഗേഷൻ്റെ പേരിൽ പ്രായമായ അച്ഛനെയും അമ്മയും ഒറ്റയ്ക്കാക്കിയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ദീപകിന് ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അയാളെ കൊണ്ട് പറ്റില്ല. ഈ സാജനും നവീൻ ബാബുവും പോയ എക്സ്റ്റെൻറ്റ് വരെ ഒരിക്കലും ദീപകിന് പോകാൻ പറ്റില്ല. ഇനി സാജൻ്റെയും നവീൻ ബാബുവിൻ്റെയും കേസിൽ സസ്പെക്റ്റായ 2 സ്ത്രീകൾക്കുണ്ടായ പൊളിറ്റിക്കൽ ഡാമേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാൾക്ക് മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. മറ്റൊരാൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അവർക്ക് നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർക്ക് എത്ര നാൾ വേണ്ടി വരുമെന്ന് നിങ്ങളുടെ വിചാരം? കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ വീണ്ടും മത്സരിക്കും. നമ്മൾ തന്നെ വോട്ട് ചെയ്ത് അവരെ വീണ്ടും MLA ആക്കും, MP ആക്കും. ഇപ്പോൾ നമ്മൾ കരുതുന്നുണ്ടാവും ദീപകിൻ്റെ മരണത്തിൽ സസ്പെക്റ്റായ പെൺകുട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടതാണല്ലോ, അപ്പോൾ ദീപകിന് നീതി കിട്ടുമായിരിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഡീഫമേഷൻ മൂലം ഉണ്ടായ ഒരു സൂയിസൈഡിൻ്റെ FIRൽ IT ആക്ട് പോലും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഓർക്കുക, രാഷ്ട്രീയക്കാർക്ക് പണം എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ജനങ്ങൾ. അവർക്ക് പ്രൊഡക്ഷനിൽ ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ചേർക്കാനായിട്ട് അവർ 2 എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് കൂടി കരുതി വെച്ചിട്ടുണ്ട്. അത് അവർ സമയാസമയങ്ങളിൽ ചേർക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? അവിഹിതം, മതം. കേരളത്തിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ആത്മഹത്യകളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന 3 പുരുഷന്മാരൊന്നും ജീവിച്ചിരിപ്പില്ല. അവർ 3 പേരും ആത്മഹത്യ ചെയ്തവരാണ്. സിനിമയിൽ പറയുന്ന പോലെ അവർ 3 പേരും തോറ്റുപോയവരാണ്. അവർ തോറ്റുപോയത് അവരുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളോടല്ല, പകരം പണത്തിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മനുഷ്യജീവന് പുല്ല് വില പോലും കൊടുക്കാത്ത 3 സ്ത്രീകൾക്ക് മുന്നിലാണ്. സാജൻ, നവീൻ ബാബു, ദീപക്, ഈ 3 പേരും തമ്മിൽ